ഖത്താർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇത് ജോഹാനസ്ബർഗിൽ നിന്ന് ഖത്തറിലേക്ക് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൽ 8 മണിക്കൂർ 5 മിനിറ്റാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്ക വിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിലിരുന്ന് ഇത്രയും നല്ല കംഫർട്ടിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ടിരുന്നപ്പോൾ ഞാനതങ്ങ് കുറേ പതിയെ മറക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഫുഡ് ഓരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഓരോന്ന് തീരുമ്പോഴും അടുത്ത ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ എന്താണ് ഈ കഴിച്ചുകൊണ്ടിരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തന്ന മെനു കാർഡിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ ചോദിച്ച് മേടിച്ച് കഴിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തായാലും സീ ഫുഡ് ഐറ്റംസ് ആട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഷാമ്പെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു മൂവി ഫുള്ളിരുന്ന് കണ്ടു, എന്നിട്ടും എൻ്റെ ഷാമ്പെയിൻ തീർന്നില്ല. അങ്ങനെ ആ മൂവി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ തുടങ്ങി. അതും പകുതിയായി, എന്നിട്ടും തീർന്നില്ല. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, എന്നിട്ടും തീർന്നില്ല. ഇപ്പോൾ ഇരുന്ന സ്ഥലത്തിരുന്ന് മടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നടക്കാം. അങ്ങനെയാണ് ഞാൻ ഈ അടിപൊളി വ്യൂ കണ്ടത്. എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സീറ്റിലേക്ക് പോകും എന്നുള്ളൊരു വാശിയിലായിരുന്നു. ഇനിയിപ്പോൾ കടന്നുറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, സിനിമ കാണേണ്ടവർക്ക് സിനിമ കാണാം, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ക്രൂ ആണെങ്കിൽ എനിക്ക് ബെഡൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ക്രൂ 2 ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാനിപ്പോൾ എടുത്ത് കഴിക്കുകയാണ്, ഒരെണ്ണം ഞാൻ എണീക്കുമ്പോൾ കഴിക്കും. എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സ്കിൻ കെയർ ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അത് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ എനിക്കൊരു 4 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു ഖത്തറിലെത്താൻ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ തന്നെ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ.